വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. സൈറെ എന്തൊക്കെയാണ് വർത്താനം? ഇജിട്ട് ലിങ്ക് ഞാൻ തുറന്നു നോക്കിയിട്ടില്ല. സ്വലാത്ത് നഗറിനെ കുറിച്ചാണെന്ന് തോന്നുന്നു അല്ലേ? അതിനെക്കുറിച്ച് എന്താ അഭിപ്രായം എന്നല്ലേ ചോദിച്ചത്? പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല, ഇസ്ലാമിലില്ലാത്തൊരു കാര്യമാണത്. അത് ഈ അടുത്ത കാലത്ത് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ സംഗതിയാണ്. പിന്നെ ഒരു കാര്യം നമ്മളെ കൺമുമ്പിൽ കാണുന്ന ഒരു കാര്യം, ഒരു ദീനിൻ്റെ ഒരു കാര്യം, അത് ഇസ്ലാമിൽ ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് മനസ്സിലാക്കാൻ ഒരുപാട് കിതാബ് ഓതേണ്ട, ഒരുപാട് ബുദ്ധി ഉപയോഗിക്കേണ്ട കാര്യമില്ല. സിമ്പിളായിട്ടൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. സമസ്തക്കാരുടെ ഈ പുരോഹിതന്മാരുണ്ടല്ലോ, ഈ പുരോഹിതന്മാർ വളരെ ആവേശത്തോടു കൂടിയും വളരെ ഊറ്റത്തോടു കൂടിയും ചെയ്യുന്നുണ്ടോ, അത് ഇസ്ലാമിൽ ഇല്ലാത്ത കാര്യമായിരിക്കും. ഇസ്ലാമിക പ്രമാണങ്ങൾ സ്ഥിരപ്പെട്ട ഒരു കാര്യം ചെയ്യാൻ അതങ്ങനെ വൈനോവറായിട്ട് ഇങ്ങനെ കുറച്ചിങ്ങനെ ആൾക്കാരിങ്ങനെ ചെയ്യുന്നല്ലാതെ ഇത്ര ഇത്ര ചിട്ടവട്ടങ്ങളും ഇത്ര ഭംഗിയും പൊലിമയും ഊറ്റും ഉണ്ടാവില്ല അതിന്. ഇസ്ലാമിലുള്ള ഒരു കാര്യം ചെയ്യാൻ ഇവർക്ക് അതിന് ഏറ്റവും വലിയ തെളിവ് ഇപ്പോൾ എല്ലാ തിങ്കളാഴ്ചയും എല്ലാ വ്യാഴാഴ്ച സുന്നത്ത് നോമ്പ് ഹദീസുകളിൽ സ്ഥിരപ്പെട്ട സംഗതി ഇസ്ലാമിലുള്ള കാര്യമാണ്. അതിവിടെ എത്ര സമസ്തക്കാരെടുക്കുന്നുണ്ട്? ഇല്ല. വളരെ അപൂർവമായിട്ട് ആൾക്കാർ ചെയ്യുന്നുണ്ടാവുള്ളൂ. എന്നാൽ ഇസ്ലാമിക പ്രമാണങ്ങൾ സ്ഥിരപ്പെടാത്ത ബിദ്അത്തായ മീറാജ് നോമ്പ്, ബറാത്ത് നോമ്പ്, അത് എല്ലാ വീടുകളിലെ സമസ്തക്കാർ തള്ളാരും കുട്ടികളും പ്രായമുള്ളവരും പ്രായമില്ലാത്തവരും തന്താരും ഞാൻ പറഞ്ഞില്ല എല്ലാവരെ കൊണ്ട് പിഞ്ചു മക്കളെ കൊണ്ട് വരെ ചെയ്യിപ്പിച്ചു. റമദാൻ നോമ്പിനെക്കാട്ടിയും വലിയ പോരിശീൽ ചെയ്യിക്കുന്ന ആൾക്കാർ. അതാണ് ശൈത്താൻ്റെ കളി. ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട കാര്യം ചെയ്യാൻ ഇവർക്ക് ഇത്ര ഊറ്റുണ്ടാവില്ല. അപ്പോൾ ഈ സ്വലാത്ത് ഇതിപ്പോൾ നമ്മൾ എൻ്റെ കുട്ടിക്കാലത്ത് എനിക്കറിയാം, 17-18 വയസ്സുള്ള എനിക്കൊരു 17-18 വയസ്സുള്ള സമയത്തൊക്കെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യണത്. ഇയാൾ ഈ കോണോമ്പറ മഹലിൽ നിന്ന് പുറത്തായി, എന്നിട്ട് ഈ മുട്ടിപ്പടി, ഈ സ്വലാത്ത് നഗർ എന്ന് പറയുന്ന ഈ കേന്ദ്രം ഉണ്ടല്ലോ, ഈ സ്ഥലം, ആ മുട്ടിപ്പടിയിൽ ഇയാൾ തട്ടിക്കൂട്ടി ഇയാൾ പിച്ച വെച്ച് തുടങ്ങുന്ന കാലത്താണ് ഇത് തുടങ്ങുന്നത്. അന്ന് ഭയങ്കര ഊറ്റായിരുന്നു കേട്ടോ. ഇത്ര ഒന്നുമല്ല ഇതിൻ്റെ ഊറ്റം. അന്ന് മംഗലാപുരം മുതൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കേരളത്തിൻ്റെ പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും ആളുകൾ വണ്ടിയും ബസ്സും വിളിച്ച് ഞാൻ പറഞ്ഞില്ലേ, പിന്നെ അങ്ങനെ വന്നിട്ട് തലേന്നും അതിൻ്റെ തലേന്നും തുടങ്ങും വരവ്. എന്നിട്ട് ഈ സ്വലാത്തിൻ്റെ അന്ന് വൈകുന്നേരം പിന്നെ ഒരു 4-3 മണി ആകുമ്പോഴേക്കൊണ്ട് ബ്ലോക്കാവും, കിലോമീറ്ററുകളോളം ബ്ലോക്ക്. എനിക്കറിയാം, നമ്മൾ ഒതുക്കങ്ങളുടെ അടുത്ത സ്റ്റോപ്പ് പൊന്മളന്നൊക്കെ ബ്ലോക്കായ ചരിത്രം എനിക്ക് ഓർമ്മയുണ്ട്. പൊന്മളന്ന് വണ്ടി ഫുള്ള് ബ്ലോക്കായിട്ട് ആളുകൾ അവിടെ നിന്ന് നിർത്തിയിട്ട് 7 കിലോമീറ്ററൊക്കെ സ്വലാത്ത് നഗർക്ക് നടന്നു പോയ ചരിത്രം എനിക്ക് ഓർമ്മയുണ്ട്. ഇന്നിപ്പോൾ ആ ഊറ്റൊന്നുമില്ല. ഇന്നിങ്ങനെ നടക്കുന്നുണ്ട്, സ്വലാത്തൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റേതായ ഭക്തന്മാരായ കുഞ്ഞാടുകൾ അതിൽ പങ്കെടുക്കുന്നുണ്ട്. മുമ്പ് അങ്ങനെയല്ലായിരുന്നു കേട്ടോ. അതിപ്പോൾ ഏതൊരു സംരംഭവും അങ്ങനെ തന്നെയാണ്. ഈ ജംബോ സർക്കസ് തുടങ്ങിയ കാലത്ത് ഭയങ്കര ഊറ്റായിരുന്നല്ലോ. സർക്കസ് എന്നാൽ ജംബോ സർക്കസ് എവിടെയുള്ളത് അത് കാണാൻ വേണ്ടി ആൾക്കാർ ജീവൻ കളഞ്ഞേനോ. ഇന്നിപ്പോൾ നമ്മളിങ്ങനെ പോകുമ്പോഴൊക്കെ കോട്ടാക്കൂടി മലപ്പുറത്ത് കൂടി അയക്കൂടിൻ്റെ കൂടി ആ പാടത്തൊക്കെ കാണാം ജംബോ സർക്കസ് എന്ന് ഓടിച്ചിട്ട് ഉണങ്ങി തെളിഞ്ഞ ഓരോ കൂടാരങ്ങൾ കാണാം. ആൾക്കാർ മെയിൻ പോലുമില്ല. കാരണം ആൾക്കാർക്ക് മടുത്തത് തന്നെയാണ്. ഇതിൻ്റെ അവസ്ഥ തന്നെയാണ്. ഇത് പുതിയ പുതിയ ആത്മീയ വാണിഭങ്ങൾ, പുതിയ പുതിയ ആത്മീയ തട്ടിപ്പുകൾ വരുമ്പോൾ പഴയതിന് ആൾക്കാർക്ക് അത്ര ഊറ്റുണ്ടാവില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതാണ് ഇതിൻ്റെയൊക്കെ അവസ്ഥ. ഇസ്ലാമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല. കാരണം ഇയാൾ ഇത് തുടങ്ങിയിട്ട് 10-25 കൊല്ലം മാക്സിമം പോയി കഴിഞ്ഞാൽ അത്ര ആയിട്ടുണ്ടാവുള്ളൂ. 25-26 കൊല്ലമായിട്ടുണ്ടാവുള്ളൂ. അതിൻ്റെ മുമ്പ് ഈ റമദാൻ 27-ന് പാടത്തേക്ക് സ്വലാത്തെല്ലാം പിന്നെ ഓടിപ്പാഞ്ഞ് പോണ ഒരു ചരിത്രം അതിന് മുമ്പില്ല. കേരള മുസ്ലിങ്ങൾക്ക് പരിചയമില്ല, ലോക മുസ്ലിങ്ങൾക്ക് എന്തായാലും പരിചയമില്ല. അപ്പോൾ ഇയാൾ തട്ടിക്കൂട്ടിലാക്കിയൊരു പുതിയ വിധത്താണത്. അത് ഓരോ ഹോജ ഓരോ തട്ടിക്കൂട്ടിലാണല്ലോ. മനസ്സിലായോ? അപ്പോൾ അതാണ് അതിൻ്റെ അവസ്ഥ. അത് പിന്നെ അള്ളാൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ റമദാൻ അവസാനത്തെ 10 നിങ്ങൾ പള്ളിയിൽ ഇത്തികാഫിരിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഇവർക്ക് വാസി, എന്താ അപ്പോൾ മുഹമ്മദ് അങ്ങനെ പറയാൻ, എന്നാ ഒന്ന് കാണിച്ചു കൊടുക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് നേരെ പാടത്തേക്ക്, പള്ളിയിൽ ഇരിക്കാൻ പറഞ്ഞ ദിവസം പോലെ നേരെ പാടത്തേക്ക് പോയി. എന്നിട്ട് അവിടെ ഇരുന്ന് കണ്ട് എല്ലമ്പാടെ സ്വലാത്തിൽ നിന്ന് പൈസ വിരിച്ച് ഇതിൻ്റെ ആ പൈസ കൊണ്ട് സ്ഥാപനങ്ങളും സംരംഭങ്ങളും വലുതാക്കുക. അതാണ് പരിപാടി. റസൂൽ പള്ളിയിൽ ഇരിക്കാൻ പറഞ്ഞ ദിവസം നേരെ പാടത്തേക്ക്. ഇനി റസൂൽ മൈതാനത്തേക്ക് പോകാൻ പറഞ്ഞ ദിവസമുണ്ട്, അതാണ് ഈദ്ഗാഹ്. കാരണം റസൂലിൻ്റെ ജീവിതത്തിൽ ഒരു പെരുന്നാൾ നിസ്കാരം മാത്രമാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പള്ളിയിൽ നിസ്കരിച്ചിട്ടുള്ളത്. പള്ളിയിൽ നിസ്കരിച്ചിട്ടുള്ളത് ശക്തമായ മഴയുള്ളൊരു സമയത്ത്. ബാക്കിയുള്ള സമയത്ത് മുഴുവനും മൈതാനത്ത്. അപ്പോൾ റസൂൽ എന്ന് മൈതാനത്ത് പോകാൻ പറഞ്ഞു ഈദ്ഗാഹ് നിസ്കരിക്കാൻ, പെരുന്നാൾ നിസ്കരിക്കാൻ. മുഹമ്മദ് എന്താ അങ്ങനെ പറയാൻ, എന്നാൽ ഒന്ന് കാണണമല്ലോ, സമ്മതിച്ചു കൊടുക്കാൻ പറ്റൂലല്ലോ. സമ്മതിച്ചു കൊടുത്താൽ പിന്നെ നമ്മൾ മുസ്ലിങ്ങളായല്ലോ, റസൂലിൻ്റെ അനുയായികളായല്ലോ. അങ്ങനെ സമ്മതിച്ചു കൊടുക്കാൻ പറ്റൂല്ലോ പറഞ്ഞാൽ അന്ന് എന്നാൽ പള്ളീൻ്റെ ഉള്ളിലേക്ക്. അപ്പോൾ റസൂൽ മൈതാനത്തേക്ക് പോകാൻ പറഞ്ഞ ദിവസം നേരെ പള്ളീൻ്റെ ഉള്ളിൽ, റസൂൽ പള്ളിക്ക് ഇരിക്കാൻ പറഞ്ഞ ദിവസം നേരെ പാടത്തേക്ക്. ഇങ്ങനെ ഒരു തല തിരിഞ്ഞൊരു കൗമ്. അള്ളാഹ് കാക്കട്ടെ. ഒരു സ്വലാത്ത് നഗർ സ്വലാത്ത് ചെല്ലാൻ. അള്ളാഹിൻ്റെ റസൂലിൻ്റെ പേര് സ്വലാത്തിൽ വലിയ പുണ്യമുള്ള സംഗതിയാണ്. അതിന് പ്രത്യേകിച്ച് കാലും സമയവും സ്ഥലമൊന്നുമില്ല. അത് എപ്പോഴും ചെല്ലാം, എവിടുന്നും ചെല്ലാം. അതിങ്ങനെ സംഘം ചേർന്ന് ചെല്ലി അങ്ങനെ ചിട്ടവട്ടത്തോടു കൂടി ചെല്ലൽ, അങ്ങനെ ചെല്ലിയാലല്ലേ ഇവർക്ക് പൈസ കിട്ടുള്ളൂ. ഇവരെ പോക്കറ്റ് നിറയുള്ളൂ. ഇവിടെ ട്രൗസറിൻ്റെ പോക്കറ്റ് നിറയണമെങ്കിൽ എല്ലാം പാടത്ത് കൊലിച്ചുകൊണ്ടിരണല്ലോ. പെരയിരുന്നിട്ട് സ്വലാത്ത് ചെല്ലിയത് നടക്കുമല്ലോ. അപ്പോൾ ദീന് വിറ്റ് കച്ചവടം ചെയ്യുന്ന ഈ കള്ളപ്പുരോഹിതന്മാർ ഓരോ കാലത്ത് തട്ടിക്കൂട്ടുന്ന ഈ ഇസ്ലാം ഓരോ ബിദ്അത്തിൻ്റെ ഒരു പുതിയ രൂപമാണ് ഈ സ്വലാത്ത് നഗർ. വേറെ പ്രത്യേകിച്ചൊന്നും അഭിപ്രായങ്ങളൊന്നുമില്ല ഇതിൽ. ഞാൻ പറഞ്ഞത് സിമ്പിളാണ്. സമസ്തൻ്റെ പുരോഹിതന്മാർ ഒരു കാര്യം ആവേശത്തോടു കൂടി ചെയ്യുന്നുണ്ടോ അത് ഇസ്ലാമിലില്ലാത്തതായിരിക്കും. മനസ്സിലായോ?
ഇസ്ലാമിലുള്ളൊരു കാര്യം ചെയ്യാൻ അവർക്ക് അത്ര ആവേശം ഉണ്ടാവില്ല. ഇത്ര മനസ്സിലാക്കിയാൽ മതി. ഏതൊരു കാര്യം ദീനിലുണ്ടോ ഇല്ലേ, സമസ്തൻ്റെ മൂല്യന്മാർ നല്ല ശക്തമാർ ചെയ്യുന്നുണ്ടോ, ഉണ്ടാവില്ല. അവർക്ക് വലിയൊരു വൈനോവറായിട്ട് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ചെയ്യുന്നുണ്ടോ, അത് ദീനുള്ളതായിരിക്കും. അതാണ് ഇതിൻ്റെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യം. ഓക്കെ.